അനുഭവിക്കുന്നവന് മാത്രം തിരിച്ചറിയാനാകുന്ന വികാരമൊളിപ്പിക്കുന്നൊരു ചെപ്പാണ് കണ്ണുനീർ. ചിരിയിലും കരച്ചിലിലും അകമ്പടിയായി വരുന്ന ഉപ്പുരസം. രണ്ടും ഒരുമിച്ച് കാണുന്നതിന് കളിമൈതാനങ്ങളെക്കാൾ മികച്ച ഉദാഹരണങ്ങളില്ല. അവിടെ കണ്ണുനീർ സംസാരിക്കും വാക്കുകളെക്കാൾ ഉച്ചത്തിൽ. ഫൈനലിന്റെ വിസിൽ മുഴങ്ങിയപ്പോൾ ഒരു ഇതിഹാസത്തിന്റെ കണ്ണുകളിൽ തോൽവിയുടെ നിശബ്ദതയുണ്ടായിരുന്നു. ആ മൗനത്തിലേക്ക് നടന്നു വന്നത് മറ്റൊരു യുഗത്തിന്റെ ഉദയസൂര്യൻ. ലാമിൻ യമാൽ മെസ്സിക്കരികിലെത്തിയത് ഒരു എതിരാളിയായല്ല, ഒരു മനുഷ്യനായാണ്. പർവ്വതങ്ങൾക്കും ചിലപ്പോൾ മേഘങ്ങളുടെ തോളിൽ ചാരേണ്ടി വരും. സമുദ്രത്തിനും ചില സായാഹ്നങ്ങളിൽ തിരമാലകളെ മടക്കി വെച്ച് നിശബ്ദമാകേണ്ടി വരും. അതുപോലെ ലോകത്തെ വിസ്മയിപ്പിച്ച കാലുകൾക്കും ചില നിമിഷങ്ങളിൽ ഒരു സ്പർശനത്തിന്റെ ആശ്വാസം മതിയാകും. അവിടെ തലമുറകൾ ഏറ്റുമുട്ടിയില്ല, ഹൃദയങ്ങൾ കീഴടക്കി. ഒരാൾ ലോകത്തെ കീഴടക്കിയ ഇതിഹാസം മലഞ്ചെരുവിലൂടെ വഴിയുണ്ടാക്കുന്ന ഒരു തെളിനീരുറവയെപ്പോലെയായിരുന്നു. കളിമൈതാനത്തിലെത്തിയാൽ അയാൾ ആർക്കും തടയാനാവാത്ത, എന്നാൽ ആരെയും മുറിവേൽപ്പിക്കാത്തൊരൊഴുക്ക്. മറ്റൊരാൾ ലോകത്തെ കീഴടക്കാൻ യാത്ര തുടങ്ങിയ അത്ഭുതം. വിജയങ്ങൾ ചരിത്രമെഴുതും, എന്നാൽ തോറ്റവന്റെ തോളിൽ കഴിവെച്ച് നീ ഇപ്പോഴും മഹാനാണ് എന്ന് പറയുന്ന നിമിഷങ്ങളാണ് മനുഷ്യരാശിയുടെ ഏറ്റവും മനോഹരമായ കവിതകൾ. നമ്മളെ ഫുട്ബോൾ പഠിപ്പിക്കുന്നത് ട്രോഫികൾ ഉയർത്താൻ മാത്രമല്ല, മനുഷ്യത്വത്തെയും ഉയർത്തിപ്പിടിക്കാനാണ്.